ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പാർട്ടിയെ വർഗീയവാദികൾ എന്നും ഭയപ്പാടോടുകൂടി മാത്രമേ നോക്കിയിട്ടുള്ളൂ. കാരണം രാജ്യസ്നേഹവും മതനിരപേക്ഷതയും മുറുക്കെ പിടിക്കുന്ന ആ പ്രസ്ഥാനം എന്നും വർഗീയവാദികൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. കേരളത്തിൽ വർഗീയത കലക്കാൻ വരുന്നവരെ തുരത്തിയോടിച്ച ചരിത്രമേ ആ പ്രസ്ഥാനത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം കേരളത്തിൽ വർഗീയത ചർച്ചയാക്കാൻ നടക്കുന്നവർ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിൻ്റെ പതാക എടുത്തു വെച്ച് കേരളത്തിൽ പാകിസ്ഥാൻ്റെ പതാക പാറിക്കുന്നു എന്ന് പറഞ്ഞ് രാജ്യത്താകമാനം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയ ഒരു കാലം സംഘപരിവാർ IT ഹാൻഡിലുകൾക്കുണ്ടായിരുന്നു. ഏറെക്കാലമായി മുസ്ലിം ലീഗിനെ വീഴ്ത്താൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അത് അങ്ങനെയൊന്നും നടക്കില്ല എന്ന് മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും. ഇപ്പോഴും ഇളകാത്ത കോട്ടകൾ തന്നെയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിനുള്ളത്, മലബാറിൽ മുസ്ലിം ലീഗിനുള്ളത്, കേരളമെമ്പാടും മുസ്ലിം ലീഗിനുള്ളത്. മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും കടന്നാക്രമിക്കാൻ ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നത് ആരാണ്? വെള്ളാപ്പള്ളി നടേശൻജി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷതയുടെ വക്താവ്, ഏറ്റവും വലിയ മാന്യൻ. അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമത്തിന് കാറിലൊപ്പം കൂട്ടി ചേർത്ത് പിടിച്ച് വേദിയിൽ കൊണ്ടുപോയത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കാറിൽ അങ്ങനെ എത്ര നേതാക്കൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം CPMൻ്റെ എത്ര നേതാക്കൾക്ക് ഇതുപോലെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്നതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള പല നേതാക്കളെക്കാളും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ആനയിച്ചു കൊണ്ടുവന്നത് മുഖ്യമന്ത്രി. അതിൻ്റെ കേടാണ് ഇപ്പോൾ തീർന്നു കിട്ടിയത്. കേരളത്തിൽ ജനങ്ങൾ LDFനെതിരെ, CPMനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കലി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻജിയായിരുന്നു. മകനെ BJPയിൽ കൊണ്ട് കെട്ടി അച്ഛൻ ഇപ്പുറത്ത് നിന്ന് കുടുംബത്തോടെ കളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിം ഉണ്ടല്ലോ, അതിനെ പച്ച മലയാളത്തിൽ വൃത്തികെട്ട നാടകം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതങ്ങനെയാണ്. BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി മകനെ BJPയുടെ കൂടെ വിടുക, അപ്പോൾ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് പണികളൊന്നും കിട്ടില്ല. അപ്പൻ ഇപ്പുറത്ത് CPMൻ്റെ കയ്യാലപ്പുറത്ത് പോയിരിക്കുക, എന്നിട്ട് പിണറായി വിജയനെ സ്തുതിക്കുക. അപ്പോൾ കേരളത്തിൽ നിന്നും, കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പണികളൊന്നും കിട്ടില്ല. എന്നിട്ട് SNDPയുടെ പേര് പറഞ്ഞ്, ഈഴവ സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിനെ മുഴുവൻ അക്കമിട്ട് കടകവിരുദ്ധമായി പണിയെടുക്കുന്നവരാണ് ഈ കൂട്ടരെന്നാണ് ഞാൻ പറയുന്നത്. ഈഴവ വിഭാഗത്തെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അവരുടെ പേരിൽ, അവരുടെ അപ്പോസ്തലനായി അവരുടെ അട്ടിപ്പേർ അവകാശവും സ്വയം എടുത്ത് ഒക്കത്ത് വെച്ച് നടക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻജിയെയാണ്. വെള്ളാപ്പള്ളിജി മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ മൊഴിമുത്തുകൾ ആദ്യം നമുക്കൊന്ന് കാണിച്ചിട്ട് അതിനുശേഷം അതിനൊക്കെ കിട്ടിയ കനത്ത തിരിച്ചടിയെക്കുറിച്ച് സംസാരിക്കാം. ഈ വർഷം മാത്രം വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രചാരണങ്ങൾ പരക്കുന്നുണ്ട്. നോക്കൂ, കോൺഗ്രസിനെ മൂലക്കിരുത്തി ലീഗ് ഭരിക്കും, കേരളത്തിൽ പാകിസ്ഥാൻ ഭരണം വരും. വെള്ളാപ്പള്ളി വചനം 1. ഇനി 2, മലപ്പുറത്ത് നിന്ന് പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്നതാണ് നാട്ടിലെ അവസ്ഥ. മുസ്ലിം സമുദായത്തിന് ഇഷ്ടം പോലെ കോളേജ് കൊടുത്തു. ഇനി വെള്ളാപ്പള്ളി തിരുവചനം 3, മുസ്ലിം ലീഗിൻ്റെ ഭരണം വന്നാൽ മതരാഷ്ട്രമാകും, നമ്മൾ ജീവനൊടുക്കുകയോ നാടുവിടുകയോ ചെയ്യേണ്ടി വരും. ഇമാതിരി വർത്താനം പറയുന്നവനൊക്കെ ആദ്യം പറഞ്ഞ പണിയെടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി വചനം 4, കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിൽ, കുരിശിൻ്റെ വഴിയിലുള്ളവർക്കേ ഇവിടെ രക്ഷയുള്ളൂ. മലപ്പുറം പ്രത്യേക രാജ്യം, സ്വതന്ത്രമായി ജീവിക്കാനാവില്ല, വായു പോലും ശ്വസിക്കാനാകില്ല. മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു, മലപ്പുറത്ത് നിയമസഭാ മണ്ഡലം കൂടുന്നു. അതും മറ്റേ പാകിസ്ഥാൻ ഭരണവുമായി ചേർത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. നാരായണ ഗുരു സർവമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹള. ആഹാ. എന്തായാലും ഇതിന് കൃത്യമായ ഒരു മറുപടി കൂടി സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിയിട്ടുണ്ട്. അത് എനിക്കൊരാൾ അയച്ചു തന്നു, അതൊന്ന് വായിക്കാം. ചരിത്ര സത്യങ്ങൾ നോക്കാതെയും അർത്ഥസത്യങ്ങളും വ്യാജങ്ങളും കണക്കുകളാക്കി നിരന്തരം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് കയറി വർഗീയ പ്രചാരണം നടത്തുകയായിരുന്നു വെള്ളാപ്പള്ളി. അനുദിനം വർഗീയത സമൂഹത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോഴും സർക്കാരിൽ നിന്ന് അയാൾക്ക് ലഭിച്ച സ്വീകാര്യത സമൂഹം കണ്ടതാണ്.
വേദികളിൽ കയറ്റിയിരുത്തിയതും മുഖ്യമന്ത്രിയുടെ കാറിൽ നാട് ചുറ്റിയതും ജനങ്ങൾ നോക്കി നിന്നതാണ്. അവർ മുഴുവൻ വെള്ളാപ്പള്ളിയുടെ കീശയിലാണെന്നും അയാളുടെ തോളിൽ കൈയിട്ടാൽ 4 വോട്ട് പെട്ടിയിലാകുമെന്നും കരുതുന്നവർ മാറി ചിന്തിച്ചാൽ കാലിൻ ചുവട്ടിൽ നിന്ന് വോട്ട് ഒലിച്ചു പോകാതെ നോക്കാം. കേരള സമൂഹം തെരുവുപട്ടിയുടെ വില പോലും അയാൾക്ക് നൽകുന്നില്ല എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് വെള്ളാപ്പള്ളിയുടെ സ്വന്തം വാർഡായ മാരാരിക്കുളത്ത് അയാൾ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി 8 നിലയിൽ പൊട്ടി മൂക്കും കുത്തി താഴെ വീണു. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇയാൾ പറഞ്ഞ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കൂടി ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്തിൽ 33-ൽ 33 നേടി UDF പ്രതിപക്ഷമില്ലാതെയാണ് അധികാരത്തിലേറിയിരിക്കുന്നത്. ഇതുകൂടി വെള്ളാപ്പള്ളിയും അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും ഒന്നോർത്ത് വെച്ചാൽ നല്ലതാണ്. വെള്ളാപ്പള്ളിയുടെ ആപ്പീസ് പൂട്ടിക്കളഞ്ഞു കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം. അല്ലെങ്കിലും കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ അന്ധമായ വിദ്വേഷത്തോടെ വർഗീയത പ്രചരിപ്പിച്ച ആളുകൾക്കൊന്നും നിലം തൊടാൻ പറ്റിയിട്ടില്ല. ഏറ്റവും വലിയ ഉദാഹരണം പൂഞ്ഞാറിൽ തന്നെയുണ്ട്. പൂഞ്ഞാർ ആശാൻ പി സി ജോർജിൻ്റെ സഹോദരൻ ഷോൺ ജോർജിൻ്റെ ചിറ്റപ്പൻ അവിടെ ഒരു വാർഡിൽ മത്സരിച്ചിരുന്നു. അവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള, അതായത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരം ആളുകൾക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റം എന്ന നിലയിൽ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ 29-ാം ഡിവിഷൻ അരുവിത്തുറ ഡിവിഷനിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഈ പി സി ജോർജിൻ്റെ അനിയൻ ഷോൺ ജോർജിൻ്റെ ചിറ്റപ്പൻ മത്സരിച്ചത്. 8 നിലയിൽ പൊട്ടി. അപ്പോൾ പറയും അവിടെ മുസ്ലിങ്ങൾ വോട്ട് മറിച്ചതാണ്. അങ്ങനെയല്ല, അത് ക്രിസ്ത്യൻ ഹിന്ദു മെജോറിറ്റി ഏരിയയാണ്. അവിടെ നിന്നും കിട്ടി പട്ടക്കം പൊട്ടുന്ന പോലത്തെ ലാട്ടി. അതായത് നിങ്ങൾ കേരളത്തിൽ വർഗീയത കലക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സമൂഹത്തെ ഭയപ്പാടോടുകൂടി നോക്കണം, ഭയപ്പാടോടുകൂടി അവരെ ജനങ്ങൾ കാണണം എന്ന ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന മട്ടിൽ അജണ്ട കേരളത്തിൽ അഴിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ, വർഗീയ വിഷം ഒഴുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. കേരളം മുഴുവനായി വർഗീയവാദികൾക്ക് തീരെഴുതി തരില്ല. ചില ബുദ്ധിശൂന്യരായ ജനങ്ങൾ ചില ഓളത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചില ക്യാമ്പയിനുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തെറ്റിദ്ധാരണ മൂലം ചെന്ന് പെട്ടുപോകുന്നുണ്ട് വർഗീയവാദികൾക്കിടയിലേക്ക്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. തെറ്റിദ്ധരുത്തി ഇവരൊക്കെ തിരിച്ചു വന്നിട്ടുമുണ്ട്, വന്ന ചരിത്രമുണ്ട്. കേരളത്തിലൊരു മതനിരപേക്ഷ ബോധമുണ്ട്. അതിൻ്റെ കടക്കൽ കത്തിവെക്കാൻ ആര് ശ്രമിച്ചാലും അവരെയൊക്കെ അടിച്ചോടിച്ച പാരമ്പര്യമേ, അവർക്കൊക്കെ തിരിച്ചടി കൊടുത്ത പാരമ്പര്യമേ കേരളത്തിനുള്ളൂ.